എല്ലാ കുട്ടികൾക്കും ഇന്നത്തെ ഫിസിക്സ് ക്ലാസ്സിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സിൽ റെസിസ്റ്റേഴ്സ് സീരീസ് പാരലൽ കോമ്പിനേഷൻ ആയി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് നമ്മൾ പഠിച്ചത്. അതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ഒരു മാത്തമെറ്റിക്കൽ പ്രോബ്ലം, ഒരു ഗണിത പ്രശ്നം അസൈൻമെൻറ്റായി തന്നിരുന്നു. അതിൻ്റെ ശരിയായ ഉത്തരം ഇതാണ്. എല്ലാവരും സയൻസ് ഡയറിയിൽ ആവശ്യമായ രേഖപ്പെടുത്തലുകൾ വരുത്തുക. അതുപോലെ തന്നെ റെസിസ്റ്റേഴ്സിൻ്റെ സീരീസ് പാരലൽ കോമ്പിനേഷനുമായി ബന്ധപ്പെട്ട് നമ്മുടെ പാഠപുസ്തകത്തിലെ പേജ് നമ്പർ 15 ടേബിൾ 1.6 നിങ്ങൾക്ക് അസൈൻമെൻറ്റായി തരികയാണ്. എല്ലാവരും അടുത്ത ക്ലാസ്സിൽ അത് ചെയ്യേണ്ടതാണ്. നമ്മൾ സീരീസ് പാരലൽ കോമ്പിനേഷൻ പഠിച്ചപ്പോൾ പവർ കൂടിയ ബൾബ്, പവർ കുറഞ്ഞ ബൾബ് എന്നെല്ലാം പറഞ്ഞു. 40 വാട്ടിൻ്റെ ബൾബ്, 60 വാട്ടിൻ്റെ ബൾബ്, 100 വാട്ടിൻ്റെ ബൾബ് ഒക്കെ നമ്മൾ കണ്ടു. അതിൽ നിന്നുള്ള പ്രകാശ തീവ്രതയും നമ്മൾ കണ്ടു. എന്താണ് ഈ പവർ? പവർ എന്നതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? നമുക്ക് നോക്കാം. എല്ലാ വൈദ്യുത ഉപകരണങ്ങളും വൈദ്യുതോർജം ഉപയോഗിച്ച് വർക്ക് ചെയ്യുന്നവയാണ്. ഓൾ ഇലക്ട്രിക്കൽ അപ്ലയൻസസ് യൂസ് ഇലക്ട്രിക് എനർജി ടു പെർഫോം വർക്ക്. ഒരു ബൾബ് എന്ത് പ്രവൃത്തിയാണ് ചെയ്യുന്നത്? ഒരു ബൾബ് പ്രവൃത്തി ചെയ്യുന്നത് ഇലക്ട്രിക് എനർജിയെ ലൈറ്റ് എനർജിയാക്കി മാറ്റിക്കൊണ്ടാണ്. ഒരു ഹീറ്റർ വർക്ക് ചെയ്യുന്നത് എങ്ങനെയാണ്? ഇലക്ട്രിക് എനർജിയെ ഹീറ്റ് എനർജിയാക്കി മാറ്റിക്കൊണ്ടാണ്. ഇപ്പോൾ ഒരു ഇലക്ട്രിക് അപ്ലയൻസ്, വൈദ്യുത ഉപകരണം ടി സെക്കൻഡ് സമയം കൊണ്ട്, ടി സെക്കൻഡ് എന്നുദ്ദേശിക്കുക എത്രയെങ്കിലും സമയം കൊണ്ട് ഒരു W ജൂൾ വർക്ക് ചെയ്യുന്നു എന്ന് വിചാരിക്കുക. അപ്പോൾ വർക്ക് ഡൺ ബൈ ആൻ ഇലക്ട്രിക് അപ്ലയൻസ് ഇൻ ടി ടൈം ഈസ് ഈക്വൽ ടു W. Then what is work done by this electrical appliance in 1 second? T സമയം കൊണ്ട് W ജൂൾ വർക്ക് ചെയ്യുന്നു. അങ്ങനെയാണെങ്കിൽ ഒരു സെക്കൻഡിൽ ചെയ്യുന്ന വർക്ക് എത്രയാണ്? എത്രയായിരിക്കും? ഒരു സെക്കൻഡിൽ ചെയ്യുന്ന പ്രവൃത്തി, വർക്ക്, ഈസ് ഈക്വൽ ടു ആകെ വർക്ക് W ഡിവൈഡഡ് ബൈ ആകെ ടൈം, ടോട്ടൽ ടൈം. അപ്പോൾ W ബൈ T. വർക്ക് ഡൺ ഇൻ യൂണിറ്റ് ടൈം ഓർ വർക്ക് ഡൺ ഇൻ 1 second, വർക്ക് ഡൺ ഇൻ 1 second ഈസ് നോൺ ആസ് പവർ. ഒരു വൈദ്യുത ഉപകരണം ഒരു സെക്കൻഡിൽ ചെയ്യുന്ന പ്രവൃത്തിയാണ്, വർക്കാണ് അതിൻ്റെ പവർ. അപ്പോൾ നമുക്കിവിടെ പവർ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എങ്ങനെ രൂപീകരിക്കാം?
പവർ P ഈസ് ഈക്വൽ ടു വർക്ക് W ബൈ ടൈം T. അപ്പോൾ അതിൻ്റെ യൂണിറ്റ് എന്താ? പവറിൻ്റെ യൂണിറ്റ് എന്താ? വർക്കിൻ്റെ യൂണിറ്റ് ജൂൾ. അപ്പോൾ യൂണിറ്റ് ഓഫ് പവർ ഈസ് ഈക്വൽ ടു യൂണിറ്റ് ഓഫ് വർക്ക് ബൈ യൂണിറ്റ് ഓഫ് ടൈം. യൂണിറ്റ് ഓഫ് ടൈം സെക്കൻഡ്, അതായത് ജൂൾ പെർ സെക്കൻഡ്. അപ്പോൾ 1 ജൂൾ പെർ 1 സെക്കൻഡ് ഈസ് ഈക്വൽ ടു, നമ്മൾ ജെയിംസ് വാട്ട് എന്നൊരു ശാസ്ത്രജ്ഞനെ കുറിച്ച് കേട്ടിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ബഹുമാനാർത്ഥം 1 ജൂൾ പെർ 1 സെക്കൻഡ് എന്നുള്ളതിന് 1 വാട്ട് WATT എന്നാണ് പറയുന്നത്. അപ്പോൾ 1 ജൂൾ പെർ 1 സെക്കൻഡ് ഈസ് ഈക്വൽ ടു 1 വാട്ട്. നിങ്ങൾക്ക് എന്ത് മനസ്സിലായി ഇതിൽ നിന്നും? ഒരു വൈദ്യുത ഉപകരണം 1 സെക്കൻഡിൽ യൂണിറ്റ് ടൈമിൽ 1 ജൂൾ വർക്ക് ചെയ്യുന്നു എങ്കിൽ ആ ഉപകരണത്തിൻ്റെ പവറാണ് 1 വാട്ട്. അപ്പോൾ ഇഫ് ആൻ ഇലക്ട്രിക്കൽ അപ്ലയൻസ് കൺസ്യൂം 1 ജൂൾ ഇലക്ട്രിക് എനർജി or performs 1 joule work in unit time in 1 second, then its power is equal to 1 watt. ഒരു വൈദ്യുതോപകരണം 1 സെക്കൻഡിൽ 1 ജൂൾ പ്രവൃത്തി ചെയ്യുന്നുവെങ്കിൽ, 1 ജൂൾ വൈദ്യുതോർജ്ജം വിനിമയം ചെയ്യുന്നുവെങ്കിൽ, മറ്റൊരു രൂപത്തിലേക്ക് മാറ്റുന്നുവെങ്കിൽ അതിൻ്റെ പവറാണ് 1 വാട്ട്. ആ കാര്യം എല്ലാവർക്കും മനസ്സിലായല്ലോ. ഇനി നമ്മുടെ വീടുകളിൽ ധാരാളം വൈദ്യുതോപകരണങ്ങൾ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. അവയിലെല്ലാം തന്നെ ചില രേഖപ്പെടുത്തലുകൾ, മാർക്കിങ്സ് നമ്മൾ കണ്ടിട്ടുണ്ട്. 230V, 40W എന്നൊക്കെ. ഇപ്പോൾ എൻ്റെ കയ്യിൽ ഇതാ ഒരു ബൾബുണ്ട്. ഈ ബൾബിൽ എഴുതിയിരിക്കുന്നത് ഇത് 40 വാട്ടിൻ്റെ ബൾബാണ്. ഇതിവിടെ സൂക്ഷിച്ച് നോക്കിയാൽ നമുക്ക് കാണാം 230V എന്നും 40W എന്നും എഴുതിയിട്ടുണ്ട്. രണ്ടാമതൊരു ബൾബുണ്ട്. ഈ ബൾബിൽ ഇത് 100 വാട്ട് പവറുള്ള ബൾബാണ്. ഇതിൽ 230V എന്നും 100 വാട്ടെന്നും എഴുതിയിട്ടുണ്ട്. 2 ബൾബ് നമുക്ക് ഒന്ന് പ്രകാശിപ്പിച്ച് നോക്കാം. ഇതാ നോക്കൂ, എന്തെങ്കിലും വ്യത്യാസമുണ്ടോ? 100 വാട്ട് പവറുള്ള ബൾബിൽ നിന്ന് കൂടുതൽ പ്രകാശം ലഭിക്കുന്നു അല്ലേ? രണ്ടാമത്തെ ബൾബ് നോക്കൂ, 40 വാട്ട് പവറുള്ള ബൾബിൽ നിന്ന് കുറഞ്ഞ പ്രകാശം ലഭിക്കുന്നു. അപ്പം 40 വാട്ട് എന്ന് പറഞ്ഞാൽ 40 ജൂൾ പെർ സെക്കൻഡ്. അതായത് ദിസ് ബൾബ്, ഈ 40 വാട്ടിൻ്റെ ബൾബ് 40 വാട്ടിൻ്റെ ബൾബ് 1 സെക്കൻഡിൽ 40 ജൂൾ ഇലക്ട്രിക് എനർജിയെ ലൈറ്റ് എനർജി ആക്കി മാറ്റുന്നു. കുറച്ച് ഹീറ്റ് എനർജി ഇവിടെ ഉണ്ടാകുന്നുണ്ട്. തൊട്ട് നോക്കിയാൽ നമുക്ക് ചൂട് അനുഭവപ്പെടുന്നുണ്ട്. അപ്പോൾ 40 ജൂൾ ഇലക്ട്രിക് എനർജിയെ 1 സെക്കൻഡിൽ ലൈറ്റ് എനർജിയും ഹീറ്റ് എനർജിയും ആക്കി മാറ്റുകയാണ്. നമുക്ക് പ്രയോജനപ്രദമായി ലഭിക്കുന്നത് നമ്മളൊരു ക്ലാസ്സിൽ ചർച്ച ചെയ്തതാണ്, പഠിപ്പിച്ചതാണ്. നിങ്ങൾ ആ കാര്യങ്ങളെല്ലാം രേഖപ്പെടുത്തിയിട്ടുണ്ട്. പ്രയോജനപ്രദമായി ലഭിക്കുന്ന ഊർജ്ജരൂപമാണ് ഈ ഉപകരണത്തിൻ്റെ വൈദ്യുത ഫലം ആയി നമ്മൾ പറയുന്നത്. എല്ലാം നിങ്ങൾക്ക് ഓർമ്മയുണ്ട്. ഇനി രണ്ടാമത്തെ ബൾബ് നോക്കിയേ. ഈ ബൾബിൽ 100 വാട്ട് പവറുള്ള ബൾബാണ്. അതായത് ഈ ബൾബ് 1 സെക്കൻഡിൽ 100 ജൂൾ ഇലക്ട്രിക് എനർജിയെ ഏതൊക്കെയായിട്ട് മാറ്റുന്നു? ലൈറ്റ് എനർജിയും പിന്നെന്താ ഹീറ്റ് എനർജി ആയിട്ട് മാറ്റുകയാണ്. അപ്പോൾ ഒരിക്കൽ കൂടി ഞാൻ പവറിൻ്റെ ഡെഫിനിഷൻ, നിർവചനം പറയുകയാണ്. പവർ ഓഫ് ആൻ ഇലക്ട്രിക്കൽ അപ്ലയൻസ് ഈസ് ദ
എമൗണ്ട് ഓഫ് ഇലക്ട്രിക് എനർജി കൺസ്യൂംഡ് ബൈ ആൻ ഇലക്ട്രിക്കൽ അപ്ലയൻസ് ഇൻ 1 സെക്കൻഡ്. ഒരു സെക്കൻഡിൽ ഒരു വൈദ്യുതോപകരണം വിനിമയം ചെയ്യുന്ന വൈദ്യുതോർജ്ജത്തിൻ്റെ അളവാണ് അതിൻ്റെ എന്തോന്ന് പവർ. അപ്പോൾ നോക്കി, നമ്മൾ ഒരുപാട് താപനോപകരണങ്ങളെക്കുറിച്ചൊക്കെ പഠിച്ചു. ഒരു താപനോപകരണം ചെയ്യുന്ന പ്രവൃത്തി എന്താണ്? ഇലക്ട്രിക് എനർജിയെ ഹീറ്റ് എനർജിയാക്കി മാറ്റുന്നു. അപ്പോൾ T സമയം കൊണ്ട് ഒരു താപനോപകരണം H ജൂൾ ഹീറ്റ് എനർജി ജനറേറ്റ് ചെയ്യുന്നു എന്ന് വിചാരിക്കുക. T സമയം കൊണ്ട് H ജൂൾ. അങ്ങനെയാണെങ്കിൽ ഒരു സെക്കൻഡിൽ എത്ര ജൂൾ ഹീറ്റ് എനർജി ജനറേറ്റ് ചെയ്യുന്നു? എത്രയായിരിക്കും? ഹീറ്റ് എനർജി ജനറേറ്റഡ് പെർ സെക്കൻഡ് ഇസ് ഈക്വൽ ടു H/T, ടോട്ടൽ ഹീറ്റ് എനർജി ഡിവൈഡഡ് ബൈ ടോട്ടൽ ടൈം. ഇവിടെ H എന്ന് പറയുന്നതാണ് ആ ഹീറ്റിംഗ് അപ്ലയൻസ് ചെയ്യുന്ന വർക്ക്, W/T. അതുതന്നെയാണ് H/T. അക്കോർഡിംഗ് ടു ജൂൾസ് ലോ, heat energy developed in a current carrying conductor, H is equal to I square RT. I is the current, R is the resistance and T is the time. അപ്പോൾ P is equal to power is equal to H/T. അതായത് P is equal to I square RT by T. എന്താണ് കിട്ടുക? ടിയും ക്യാൻസൽ ചെയ്ത് പോകും. അപ്പോൾ ടിയും ക്യാൻസൽ ചെയ്ത് പോയാലോ? P is equal to I square R. ഈ ഇക്വേഷനെ നമുക്ക് വേറെ ഏതെങ്കിലും രൂപത്തിൽ എഴുതാൻ പറ്റുമോ? ശരിയാണ്, ഓം നിയമം അനുസരിച്ച് അല്ലേ? അക്കോർഡിംഗ് ടു ഓംസ് ലോ, I is equal to V/R. അപ്പോൾ P is equal to, അവിടെ ഐക്ക് പകരം നമുക്ക് V/R എന്ന് കൊടുക്കാം. അതായത് V/R the whole square into R is equal to V square by R square into R is equal to എന്താണ് കിട്ടുക? V square by R. ഒരു ആറും ക്യാൻസൽ ചെയ്ത് പോകുന്നു. അപ്പോൾ നമുക്ക് V square by R എന്ന് കിട്ടും. ഇനി ഏതെങ്കിലും രൂപത്തിൽ എഴുതാൻ പറ്റുമോ? ഇനി നമുക്ക് ആറിന് പകരം വില കൊടുക്കാം. R is equal to എന്താണ്? V/I. അപ്പോൾ P is equal to I square into V/I. എന്ത് സംഭവിക്കും? ഐയും ക്യാൻസൽ ചെയ്ത് പോകും. എന്താണ് കിട്ടുക? V into I. അപ്പോൾ പവർ കണ്ടുപിടിക്കാൻ നമുക്കിവിടെ എത്ര ഇക്വേഷൻസ് ആണ് കിട്ടിയത്? 3 ഇക്വേഷൻസ്. ഏതൊക്കെയാണ്? P is equal to I square R, P is equal to V square by R, P is equal to V into I. നമുക്ക് ഗണിത പ്രശ്നങ്ങൾ സോൾവ് ചെയ്യാൻ, മാത്തമാറ്റിക്കൽ പ്രോബ്ലംസ് സോൾവ് ചെയ്യാൻ ഈ ഇക്വേഷൻസ് എല്ലാം അത്യാവശ്യമാണ്. നമുക്ക് ചില ഗണിത പ്രശ്നങ്ങൾ സോൾവ് ചെയ്താലോ? ഈ പവറുമായി ബന്ധപ്പെട്ട ചില മാത്തമാറ്റിക്കൽ പ്രോബ്ലംസ് തുടങ്ങാം. എഴുതിക്കോളൂ. ഒരു വൈദ്യുത ഉപകരണത്തിൻ്റെ പവർ 540 വാട്ടാണ്. ഈ ഉപകരണം പ്രവർത്തിക്കുന്നത് 230 വോൾട്ടിലാണ്. അങ്ങനെയാണെങ്കിൽ ഈ ഉപകരണത്തിൻ്റെ ആംപയറേജ് എത്രയാണ്? പവർ ഓഫ് ആൻ ഇലക്ട്രിക്കൽ അപ്ലയൻസ് ഈസ് 540 വാട്ട്.
the voltage applied to this device is 230 volt. Then find its amperage. അപ്പോൾ ഒരു പ്രോബ്ലം നമുക്ക് ലഭിച്ചാൽ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? അതിലുള്ള ഡേറ്റ എടുത്തെഴുതണം. പിന്നെ സെയിം യൂണിറ്റ് ആക്കണം, SI സിസ്റ്റത്തിലേക്ക് മാറ്റണം. അപ്പോൾ ഇവിടെ എന്തൊക്കെ ഡേറ്റയാണ് തന്നിട്ടുള്ളത്? പവർ P is equal to 540 watt. Then amperage is equal to ആർക്ക് പറയാം? That is equal to W by V is equal to 540 divided by 230 is equal to 2.4 ampere. എല്ലാവരും എഴുതിയല്ലോ. ഇനി നമുക്ക് മറ്റൊരു പ്രോബ്ലത്തിലേക്ക് പോവാം. 115 ഓം പ്രതിരോധമുള്ള ഒരു വൈദ്യുത താപനോപകരണത്തിലൂടെ 2 ആംപെയർ കറണ്ട് പ്രവഹിക്കുന്നുവെങ്കിൽ ആ ഉപകരണത്തിൻ്റെ പവർ എത്രയാണ്? Resistance of an electrical appliance is 115 ohm. Current through the device is 2 ampere. Find its power. What data? Resistance R is equal to 115 ohm. Current I is equal to 2 ampere. നമുക്ക് ഏത് ഇക്വേഷൻ ഉപയോഗിക്കാം? കറക്റ്റ്. P is equal to I square R is equal to I 2. അപ്പോൾ 2 square into 115 is equal to 4 into 115 is equal to 460 watt. യൂണിറ്റ് ഓഫ് പവർ വാട്ട്. നമ്മൾ ഏത് പ്രോബ്ലം സോൾവ് ചെയ്യുമ്പോഴും യൂണിറ്റ് എഴുതാൻ നിങ്ങൾ മറക്കരുത്. യൂണിറ്റ് കൃത്യമായ യൂണിറ്റ് എഴുതണം. പവറിൻ്റെ യൂണിറ്റ് വാട്ടാണ്. ഇനി നമുക്ക് മറ്റൊരു പ്രോബ്ലം ചെയ്ത് നോക്കിയാലോ? നാനൂറ് വോൾട്ടിൽ പ്രവർത്തിക്കുന്ന ഒരു വൈദ്യുതോപകരണത്തിൻ്റെ പവർ 1600 വാട്ടാണ്. 400 വോൾട്ടിൽ പ്രവർത്തിക്കുന്ന ഒരു വൈദ്യുതോപകരണത്തിൻ്റെ പവർ 1600 വാട്ടാണ്. ഈ ഉപകരണത്തിന് 200 വോൾട്ട് വൈദ്യുതിയാണ് നൽകുന്നതെങ്കിൽ അതിൻ്റെ പവർ എത്രയായിരിക്കും? അപ്പോൾ പവർ ഓഫ് ആൻ ഇലക്ട്രിക്കൽ അപ്ലയൻസ് ഈസ് 1600 watt. This device works at 400 volt. If we give 200 volt instead of 400 volt, what is its power? അപ്പോൾ എന്തൊക്കെയാണ് തന്നിരിക്കുന്നത്? പവർ P is equal to 1600 വാട്ട്. വോൾട്ടേജ് V is equal to 400 വോൾട്ട്. നമുക്ക് പിയും ഉണ്ട് വിയും ഉണ്ട്. റെസിസ്റ്റൻസ്, ആ ഉപകരണത്തിൻ്റെ റെസിസ്റ്റൻസ് കണ്ടെത്താനാകും. നമ്മൾ പഠിച്ച ഒരു ഇക്വേഷൻ ഉണ്ടല്ലോ, P is equal to V square by
ആർ. അപ്പോൾ ആർ ഈസ് ഈക്വൽ ടു വി സ്ക്വയർ ബൈ പി ഈസ് ഈക്വൽ ടു വി 400. അപ്പോൾ 400 ദ ഹോൾ സ്ക്വയർ ബൈ 1600 ഈസ് ഈക്വൽ ടു 400 ഇൻറ്റു 400 ബൈ 1600 ഈസ് ഈക്വൽ ടു 0 zeros എല്ലാം ക്യാൻസൽ ചെയ്ത് പോയിട്ട് നമുക്ക് കിട്ടുന്ന എത്രയാ? 100 ഓം. അപ്പോൾ ഈ ഉപകരണത്തിൻ്റെ റെസിസ്റ്റൻസ് 100 ഓം എന്ന് കിട്ടി. ഇനി നമുക്ക് 400 വോൾട്ടിന് പകരം 200 വോൾട്ട് കൊടുത്താൽ പവർ എത്രയായിരിക്കും എന്ന് നോക്കാം. പവർ അറ്റ് 200 വോൾട്ട് ഈസ് ഈക്വൽ ടു വി സ്ക്വയർ ബൈ ആർ ഈസ് ഈക്വൽ ടു 200 ദ ഹോൾ സ്ക്വയർ ബൈ ആർ. 100 അല്ലേ? അപ്പോൾ വി സ്ക്വയർ ബൈ ആർ 200 ദ ഹോൾ സ്ക്വയർ ബൈ 100 ദാറ്റ് ഈസ് ഈക്വൽ ടു 200 ഇൻറ്റു 200 ഡിവൈഡഡ് ബൈ 100. അപ്പോൾ എന്ത് മനസ്സിലായി? വോൾട്ടേജ് 400-ൽ നിന്ന് 200-ലേക്ക് നമ്മൾ കുറച്ചു. വോൾട്ടേജ് പകുതിയായി. അപ്പോൾ പവറിൽ എന്ത് വ്യത്യാസം ഉണ്ടായി? 1600-ൽ നിന്ന് 400-ലേക്ക് കുറഞ്ഞു. അപ്പോൾ ഇഫ് പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഓർ വോൾട്ടേജ് ഈസ് ഡിക്രീസ്ഡ് ടു ഹാഫ്, ദെൻ പവർ ഈസ് ഡിക്രീസ്ഡ് ടു 1/4. വോൾട്ടേജ് പകുതിയായി കുറച്ചപ്പോൾ പവർ, ആ ഉപകരണത്തിൻ്റെ പവർ എത്രയായി കുറഞ്ഞു? പവർ 4/1 കുറഞ്ഞു. അപ്പോൾ ഇതുപോലുള്ള ചോദ്യങ്ങൾ നമ്മുടെ പരീക്ഷയ്ക്ക് തീർച്ചയായും ചോദിക്കും. എല്ലാ പേരും വ്യക്തമായി നല്ലവണ്ണം പഠിക്കുക. എല്ലാവരും നല്ലവണ്ണം പഠിക്കുക. അടുത്ത പ്രോബ്ലം എഴുതിക്കോളൂ. 230 വോൾട്ടിൽ പ്രവർത്തിക്കുന്ന ഒരു ബൾബിലൂടെ 0.4 ആംപിയർ കറണ്ട് പ്രവഹിക്കുന്നുവെങ്കിൽ ആ ബൾബിൻ്റെ പവർ എത്രയാണ്? ഇഫ് 0.4 ആംപിയർ കറണ്ട് flows through a bulb which works at 230 volt, what is its power? അപ്പോൾ ഈ പ്രോബ്ലം നിങ്ങൾക്ക് അസൈൻമെൻറ്റായി നൽകുകയാണ്. അടുത്ത ക്ലാസ്സിൽ എല്ലാ പേരും, അപ്പോൾ ഇന്ന് എത്ര അസൈൻമെൻറ്റ് നിങ്ങൾക്ക് നൽകി? 2 എണ്ണം. ഒന്ന് പേജ് നമ്പർ 15 ടേബിൾ 1.6 ആ അസൈൻമെൻറ്റും ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ എല്ലാ പേരും ചെയ്ത് ഇന്ന് പഠിപ്പിച്ച കാര്യങ്ങളെല്ലാം ഭംഗിയായി പഠിച്ച് അടുത്ത ക്ലാസ്സിൽ വരിക. വീണ്ടും നമുക്ക് ഈ ചാപ്റ്ററിൻ്റെ അവസാന ഭാഗത്തുള്ള കാര്യങ്ങളുമായി അടുത്ത ക്ലാസ്സിൽ കാണാം.